ഹലോ, മൈ വേർഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? ഞങ്ങൾക്കൊക്കെ സുഖമായിട്ട് പോകണോ? ഇവിടെ നല്ല തണുപ്പൊക്കെ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ പനിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പനിയൊക്കെ മാറി, പക്ഷേ സൗണ്ട് തിരിച്ച് വന്നിട്ടില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് ഇതിൻ്റെ വോയിസ് കേൾക്കുമ്പോൾ. ഇന്ന് ഞങ്ങൾ പോണത് ഒരു ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടുത്തെ ഒരു 3:45 ടൈം ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ അവിടെ എത്തുമ്പോൾ. ഈ ഫ്ലവർ ഷോ നടക്കുന്നത് കത്തീഫ് ഭാഗത്താണ് കേട്ടോ. കത്തീഫ് ഭാഗത്ത് സെയ്ഹാത്ത് പബ്ലിക് പാർക്ക് എന്ന് പറയുന്ന ഒരു പബ്ലിക് പാർക്കിൽ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. ഈ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 18 മുതലാണ് കേട്ടോ. ടൈം പറയുന്നത് 4 മണി മുതൽ 10 മണി വരെയാണ് കേട്ടോ. വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ ഗേറ്റിലൂടെ വരാൻ പറ്റിയില്ല കേട്ടോ. 2-3 ഗേറ്റ് ഉണ്ട്. നമ്മുടെ ബാക്ക് ഭാഗത്തൂടെയാണ് വന്നത്. ഞങ്ങൾ കയറി വന്ന ഭാഗത്ത് കുട്ടികളുടെ പ്ലേ ഏരിയ ആണ് കേട്ടോ. ആ പ്ലേ ഏരിയയിൽ കുട്ടികൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ചാർജ് ഉണ്ട് കേട്ടോ. ആ ചാർജ് കൊടുത്ത് നമുക്ക് അതിൽ മക്കളൊക്കെ കളിപ്പിക്കാം. ഞങ്ങളുടെ കുട്ടികളെ അവിടെ കളിക്കാനാക്കി ഞാനും അൻവർക്കും കൂടെ അതൊക്കെ ഒന്ന് കാണാനിറങ്ങി. കുട്ടികൾ കളിക്കേണ്ട ഐറ്റം കണ്ടപ്പോൾ പിന്നെ അവർക്കിത് കാണുന്നു വേണ്ട. പിന്നെ ടൈമുണ്ട്, അവർക്ക് കാണാൻ ടൈമുണ്ട്. അൻവർക്ക് മാർക്കറ്റിൽ പോയി വരുന്നവരെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിൽ അവരെ കൊണ്ടുപോയി കാണിക്കാം. ആദ്യം ഞാനും അൻവർക്കും കൂടെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ച് സിത്തുവിനൊക്കെ ഇങ്ങനെ കളിക്കാനാക്കിയിട്ടോ. ഞങ്ങൾ അവിടെ മൂത്ത മോനെ നിർത്തി. ഇവിടെ ഫ്ലവർ ഷോ ആണെങ്കിൽ ഒരു എക്സിബിഷൻ പോലെയാണ് കേട്ടോ നടക്കുന്നത്. കുറേ സ്റ്റാളുകളുണ്ട്, ബുക്ക് സ്റ്റാള്, അതുപോലെ കോഫി ഷോപ്പ്, പിന്നെ ഓരോരുത്തരും ഓരോ കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരം ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കടയിൽ ബുക്സ് മാത്രമല്ല കേട്ടോ, ടോയ്സുകളും വെച്ചിട്ടുണ്ട് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കടയിലും നല്ല തിരക്കാട്ടോ. ഇതൊരു ഷോപ്പാണ്, കോഫി ഷോപ്പും ജ്യൂസും ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ്. അവിടെയൊക്കെ ക്യൂ നിൽക്കുന്നുണ്ട്. എല്ലാ കടയിലും ഇതുപോലെ നല്ല തിരക്കാണ്. അതുപോലെ നല്ല ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഫ്ലവർ ഷോ പറയുമ്പോൾ ഫുള്ളായിട്ട് ഫ്ലവർ ഷോ മാത്രമല്ല, ഓരോ ഭാഗത്ത് ഓരോ തരം കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ചെടികൾ മാത്രമല്ല കേട്ടോ, പച്ചക്കറികളുടെ തൈയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓരോന്നിനും അതുമ്പോൾ പ്രൈസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ മേടിച്ചിട്ട് പോകണുണ്ട് കേട്ടോ തൈകളൊക്കെ. ഓരോ ഭാഗത്തു കൂടെ ഓരോ തിരക്കുകളാട്ടോ. ഇപ്പോൾ ഇവിടെ അവരുടെ കുറച്ച് സൗദികളുടെ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കുറേ പാട്ടൊക്കെ പാടി അവിടെ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഇരുന്ന് കോഫി മേടിച്ച് കോഫി കുടിക്കുക, അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും മേടിച്ച് അവിടെ കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പല രീതിയിലുള്ള പല കളറിലുള്ള ചെടികളൊക്കെ ആയിട്ട് കുഴിച്ചിട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ ഫ്ലവർ ഷോ തുടങ്ങുന്നത്. ഞാൻ ഫസ്റ്റ് ഞങ്ങൾ വന്ന ഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കുറേ സ്റ്റാളുകളും അതുപോലെ കുട്ടികളുടെ പ്ലേ ഏരിയ ഒക്കെയാണ്. സ്റ്റാളുകൾ ഇനിയുണ്ട് കേട്ടോ. അതൊക്കെ രാത്രിയിലാണ് കാണാനൊന്നും കൂടെ ഭംഗി. ഇവിടെ ഫ്ലവറും കൊണ്ട് അവരെന്തൊക്കെയോ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് ഒരു സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കണം കേട്ടോ. ഒരാൾ ആങ്കർ ചെയ്യണു, അവിടെ കുറേ കുട്ടികളെ പിടിച്ച് നിർത്തി അവരോട് എന്തൊക്കെ സംസാരിക്കണു, അവരെ കൊണ്ട് പാട്ട് പാടിക്കണു, അങ്ങനെ കുറേ പരിപാടികൾ അവിടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ.
ഇവിടെയൊക്കെ രാത്രിയിൽ ലൈറ്റ് ഇടും കേട്ടോ. ലൈറ്റ് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല രസമാട്ടോ, ലൈറ്റിൽ കാണാനാണ് നല്ല ഭംഗി. കുറേ ആളുകൾ പൂവുകൾ വിൽക്കുന്നുണ്ട്, കുറേ ആളുകൾ പെർഫ്യൂം വിൽക്കുന്നുണ്ട്, കുട്ടികളുടെ ടോയ്സ് ഐറ്റം വിൽക്കുന്നുണ്ട്. പിന്നെ കുറേ ഐറ്റങ്ങൾ അവരിങ്ങനെ കച്ചവടങ്ങൾ നടത്തുന്നുണ്ട്, ആളുകൾ മേടിക്കണമുണ്ട് കേട്ടോ ഒരുപാട്. ഈ കാണുന്ന ചെടികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ളതാട്ടോ. നമുക്ക് ഏത് ഐറ്റം വേണമെങ്കിലും മേടിക്കാം. എല്ലാറ്റിനും പ്രൈസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ആളുകളുണ്ട്, അപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ മേടിക്കാം. ഒരുപാട് ആൾക്കാർ ചെടികൾ മേടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. ചെടികളും പച്ചക്കറികളും പിന്നെ നമ്മളെ ഈ ഇൻഡോർ പ്ലാന്റ്സ് ഇല്ലേ, അതൊക്കെ അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ആളുകൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കുഞ്ഞു നാരങ്ങകളും ഓറഞ്ചുകളൊക്കെ ഉണ്ടായി നിൽക്കുന്ന കുഞ്ഞു തൈകളാണ് കേട്ടോ. ഓരോ ചെടികളെ പ്രത്യേക പേരുകളൊന്നും എടുത്ത് പറയാൻ എനിക്കറിയില്ല കേട്ടോ. അവർ കാര്യമായിട്ട് അവിടെ അറബിയിലാണ് പേര് എഴുതി വെച്ചിട്ടുള്ളത്. കാര്യമായിട്ട് എന്നല്ല, അവർ മുഴുവൻ എഴുതി വെച്ചിട്ടുള്ളത് അറബിയിലാണ്, ഇംഗ്ലീഷിലൊന്നും എഴുതി വെച്ചിട്ടില്ല. പിന്നെ മലയാളത്തിൻ്റെ കാര്യം പറയുക വേണ്ടല്ലോ, അവർ സൗദികളല്ലേ, അവരുടെ ഭാഷയിലല്ലേ എഴുതി വെക്കുള്ളൂ. ഒരു ഭാഗത്ത് തൈകളൊക്കെ ആണെങ്കിൽ ഒരു ഭാഗത്ത് നിറയെ ഇതുപോലെയുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ചെടികളൊക്കെയാണ് കേട്ടോ. ഈ ചെടികൾ 1 റിയാൽ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടെ കാണാൻ വരുന്ന ആളുകൾ മിക്ക ആളുകളും ചെടികൾ നല്ലപോലെ മേടിക്കുന്നുണ്ട് കേട്ടോ. ചെടികൾ മാത്രമല്ല, അക്വേറിയത്തിലെ ഫിഷും അതുപോലെ കുഞ്ഞു കുഞ്ഞു ബേർഡ്, അങ്ങനെ അവരുടെ കൂടുകൾ അങ്ങനെയുള്ളതുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഫ്ലവർ വേസും അതുപോലെ മുട്ടകൾ അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് അവർ വേണ്ട രീതിയിൽ നമ്മൾ പറയുന്ന രീതിയിൽ നമ്മുടെ പേരുകളൊക്കെ എഴുതി തരും. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ കിളികളൊക്കെ ഉണ്ടെന്ന്, അപ്പോൾ അവരുടെ വെറൈറ്റി കൂടുകളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ വിൽക്കാനുള്ളതാണ്. ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞ കിളികളും അതുപോലെ അവർക്കുള്ള ഫുഡും പിന്നെ അതുപോലെ അവരുടെ കൂടും അങ്ങനെയുള്ളതൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ. ഇത് പിന്നെ വലിയ വലിയ ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ചെടിച്ചട്ടികൾ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് കേട്ടോ. ഈ കാണുന്ന മരമൊക്കെ രാത്രിയായപ്പോൾ ലൈറ്റ് കെട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് പകലിലിട്ടപ്പോൾ വലിയ ഭംഗിയില്ല, രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഭാഗത്ത് കാണുന്ന ചെടികളൊക്കെ നല്ല വലിയ വലിയ ചെടികളുമാണ്, അതുപോലെ നല്ല റേറ്റുള്ള ചെടികളാട്ടോ ഇതൊക്കെ.
ഇപ്പോൾ ഈ ടൈമിൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്. എക്സിബിഷൻ അതുപോലെ ഒരുപാട് നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ദമാമിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പ്രത്യേകിച്ച് രാത്രിയിലെ കാഴ്ച കാണാനാണ് നല്ല രസം. അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ചെടിച്ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മളിങ്ങനെ നല്ല ഭംഗിക്ക് ചെടികൾ വെക്കില്ലേ, അതിനൊക്കെ പറ്റിയ നല്ല ചെടിച്ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ആക്കി തന്ന അൻവർക്ക് ഡ്യൂട്ടിക്ക് വന്നിട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എടുക്കാമെന്നും പറഞ്ഞ്, പക്ഷേ രാത്രി ആയപ്പോൾ നമ്മുടെ അവിടെ നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ള തണുപ്പുണ്ടായതുകൊണ്ട് കുഞ്ഞിനോട് നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈറ്റ് ഇട്ട് കണ്ടപ്പോഴാണ് നമ്മൾ പോരാതിരുന്നത്. നന്നായി നല്ല നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ രാത്രി ആയപ്പോൾ. അപ്പോഴത്തേന് കുറേ കച്ചവടക്കാരൊക്കെ വന്ന് ഇതുപോലെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരും ഓരോ ബിസിനസ്സായിട്ട് അവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ജനങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ട, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു കുട്ടീനെ മിസ്സായിട്ട് അതിൻ്റെ ഉമ്മ കരഞ്ഞ് നടക്കുന്നതും പിന്നെ പോലീസ് വന്ന് കുട്ടീനെ തിരയണതും അങ്ങനെയുള്ള കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ നല്ല പോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മിസ്സാണ് മാത്രമല്ല മെയിൻ റോഡാണ്, നിറയെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മക്കളെ നല്ലപോലെ ശ്രദ്ധിക്കണം. മക്കൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ ഓടിക്കൊണ്ട് നടക്കും. അതുപോലെ ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ, ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ നടത്തി കൊടുത്ത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, രാത്രിയായപ്പോൾ നല്ല രസമല്ലേ കാണാൻ. ഇപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ ഇങ്ങനെ, പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാഴ്ചകളൊക്കെ കേട്ടത്. ഇപ്പം നമ്മൾ മെയിൻ എൻട്രൻസ് കേട്ടോ നടക്കുന്നത്. നമ്മൾ ലാസ്റ്റ് നിന്നാണല്ലോ വരുന്നത്. മെയിൻ എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. ഇതിനിടയിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും അതുപോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഞങ്ങൾ ഇത്തിരി നേരത്തെ പോയതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ വിശന്ന് തുടങ്ങിയിരുന്നു. അപ്പോൾ അവിടെ ഓരോ സ്റ്റാളുകളുണ്ടല്ലോ. നമ്മളവിടുന്ന് പാസ്തയും അതുപോലെ കാപ്പിച്ചീനൊക്കെ കുടിച്ചു കേട്ടോ. നല്ല റേറ്റ് ഉണ്ടെങ്കിലും പക്ഷേ അവിടുത്തെ ആ ആംബിയൻസിലിരുന്ന് കുടിക്കാനും കഴിക്കാനും നല്ല രസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരേക്ക് എല്ലാവരുടെ അടുത്തും ബായ്.